നമസ്കാരം. ഇക്കഴിഞ്ഞ 5-നാണ് പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം യുവതി നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. രാഹുലിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് യുവതി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്. രാഹുലിന് തന്നോട് ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു. ഒരുമിച്ച് കുളിക്കണം. ഒരു ദിവസം ഓർക്കാതെ താൻ ഒറ്റയ്ക്ക് പോയി കുളിച്ചതിന് പിണങ്ങിപ്പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ താൻ ഒരു ഉരുള രാഹുലിന് കൊടുക്കണം. രാഹുലിന് കൊടുക്കാതെ കഴിച്ചാൽ പിണങ്ങി എഴുന്നേറ്റ് പോകുമായിരുന്നു. അത്തരം ഭ്രാന്തമായ സ്നേഹപ്രകടനങ്ങളാണ് രാഹുൽ കാണിച്ചിരുന്നത്. തന്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. സൈക്കോ എന്നോ പൊസസീവ്നെസിന്റെ അങ്ങേയറ്റമെന്നോ ഒക്കെ പറയാം. ചിലപ്പോഴൊക്കെ രാഹുലിന്റെ ഇത്തരം സ്നേഹപ്രകടനത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. പക്ഷേ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുക. അന്ന് ഇത്രയും ക്രൂരമായി മർദ്ദിക്കുമെന്ന് കരുതിയിരുന്നില്ല. അടിക്കുകയും മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി വലിക്കുകയും ചെയ്തു. അതിനുശേഷം ബെഡിലേക്ക് തള്ളിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു. മുഖത്തടിച്ചപ്പോൾ ബോധം പോവുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ രാഹുലും അന്നേരം വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തും ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. തന്നെ ആക്രമിക്കുന്ന ദിവസം രാവിലെ അമ്മയും രാഹുലും മുറി പൂട്ടി കുറെ നേരം സംസാരിച്ചിരുന്നു. ആദ്യം പെണ്ണ് കാണാൻ വന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് വെള്ളം കയറിയിരുന്നു. മുറ്റത്ത് പുല്ലുമുണ്ടായിരുന്നു. അത് അവർക്ക് ഇഷ്ടമായില്ല. അമ്മയ്ക്ക് താനുമായുള്ള വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. രാഹുലിന്റെ മാത്രം ഇഷ്ടത്തിനാണ് ഈ വിവാഹം നടന്നത്. അമ്മ തന്നോട് സംസാരിക്കാറില്ലായിരുന്നു. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും സംസാരിക്കാറില്ലായിരുന്നു. താൻ ഈ കാര്യങ്ങൾ രാഹുലിനോട് പറയുമ്പോൾ രാഹുൽ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്നും അത് മാറിക്കൊള്ളുമെന്നുമാണ് രാഹുൽ പറഞ്ഞിരുന്നത്. രാഹുലിന്റെ ജീവിതത്തിലേക്ക് മറ്റു പല പെൺകുട്ടികളും വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഇത്തരം സ്വഭാവം കൊണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ തന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ ചതിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. അതേസമയം നവവധുവിന് ക്രൂര മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പന്തീരങ്കാവ് പോലീസ് ഇൻസ്പെക്ടർ AS സരിനെ സസ്പെൻഡ് ചെയ്തു. പരാതി വേണ്ട ഗൗരവത്തിൽ എടുത്തില്ല, ആവശ്യമായ വകുപ്പുകൾ ചുമത്തിയില്ല എന്നതടക്കമുള്ള വീഴ്ചകൾ വരുത്തി എന്ന കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് സോൺ IG K സേതുരാമൻ സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല നടപടികളും ഉണ്ടാകും. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയോടും വീട്ടുകാരോടും അപമര്യാദയായി പെരുമാറിയ പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത്. 12-ാം തീയതി കേസെടുത്ത ശേഷം പോലീസ് വിട്ടയച്ച പ്രതി ഇപ്പോൾ ഒളിവിലാണ്. 14-ാം തീയതി ഉച്ചവരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ വധശ്രമത്തിന് കേസെടുത്തതോടെയാണ് ഒളിവിൽ പോയത്. ജർമ്മനിയിൽ എഞ്ചിനീയറായ ഇയാൾ രാജ്യം വിട്ടുവെന്നും സംശയമുണ്ട്. ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ സജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഇവർ ഇന്നലെ പെൺകുട്ടിയുടെ എറണാകുളത്തെ വീട്ടിലെത്തി മൊഴിയെടുത്തു. രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും തിരച്ചിൽ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. രാഹുലിനെതിരെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള പെൺകുട്ടിയും കുടുംബവും ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 4 മാസം മുൻപ് ഇവരുടെ വിവാഹ നിശ്ചയം നടത്തുകയും തുടർന്ന് വിദേശത്ത് പോകുന്നതിന്റെ ആവശ്യത്തിനായി 2 മാസം മുൻപ് വിവാഹം രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. എന്നാൽ പിന്നീടുള്ള രാഹുലിന്റെ പെരുമാറ്റം കാരണം യുവതിയുടെ കുടുംബം ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും കോടതിയിൽ വിവാഹമോചന ഹർജി നൽകുകയും ചെയ്തു. രാഹുൽ ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടിയുടെ സഹോദരനാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ഈ കേസും പന്തീരങ്കാവിലേക്ക് മാറ്റിയിട്ടുണ്ട്.